ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഉത്തരം മീസോസ്ഫിയർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഉത്തരം 1957 ഏപ്രിൽ 27. അടുത്ത ചോദ്യം, കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം മലനാട്. അടുത്ത ചോദ്യം, ബിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്ത രൂപമാണ്? ഉത്തരം ആസാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത എത്ര ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൽ ഉള്ളത്? ഉത്തരം 2. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വജ്രത്തിന്റെ ആകർഷണതയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ഉത്തരം പൂർണ്ണാന്തര പ്രതിഫലനം. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ജീവനുള്ള ചർമ്മകോശം ഉപയോഗിച്ച് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ഉത്തരം ജപ്പാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2027 G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഉത്തരം ഇറ്റലി. അടുത്ത ചോദ്യം, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? ഉത്തരം ഡൽഹൌസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓം എന്ന് എഴുതിയ കണ്ണാടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് ഏത് ക്ഷേത്രത്തിലാണ്? ഉത്തരം കളവൻകോട്. അടുത്ത ചോദ്യം, ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെ? കൃഷിയിടങ്ങളെയാണ് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി സെഞ്ചുറി നേടിയത് ഏത് കളിക്കാരനാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം കപിൽ ദേവ്. അടുത്ത ചോദ്യം, പോക്കറ്റ് വീറ്റോ എന്നറിയപ്പെടുന്ന സവിശേഷമായ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം രാഷ്ട്രപതി. അടുത്ത ചോദ്യം, വൻകര ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഭൂവൽക്ക ഭാഗത്തെ എങ്ങനെ വിളിക്കുന്നു? ഉത്തരം സിയാൽ. അടുത്ത ചോദ്യം, ഭാരത് മാത എന്ന ജലഛായാചിത്രം വരച്ച ബംഗാളി ചിത്രകാരൻ ആര്? ഉത്തരം അബീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്ന കൊച്ചിയിലെ ഭരണാധികാരി ആര്? ഉത്തരം കേരളവർമ്മ തമ്പുരാൻ. അടുത്ത ചോദ്യം, സമ്പൂർണ്ണ ഹൈസ്പീഡ് ഗ്രാമീണ ബ്രോഡ്ബാൻഡ് കവറേജ് ഉള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, കേരള ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 2013. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര്? ഉത്തരം ഗൗരി പാർവതി ഭായ്. ഇനി നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് എത്ര ഘട്ടങ്ങളിലായിട്ടാണ്? ഉത്തരം 7. ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി? ഉത്തരം ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ് തോട്ടം എവിടെയാണ് തുറന്നത്? ഉത്തരം ശ്രീനഗർ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ CEO ആര്? ഉത്തരം ശ്രീകുമാർ കെ നായർ. ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കാൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ ഒരുങ്ങുന്നു. വാക്സിന് നൽകിയിരിക്കുന്ന പേര് എന്ത്? ഉത്തരം ലങ് വാക്സ്. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ ഹെയ്തിയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച രക്ഷാദൌത്യത്തിന്റെ പേര് എന്ത്? ഉത്തരം ഓപ്പറേഷൻ ഇന്ദ്രാവതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേരളത്തിൽ എത്രയായാണ് വർദ്ധിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം 346 ആണ്, 346. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പുതിയ മേധാവി ആര്? ഉത്തരം സദാനന്ദ വസന്ത് ദത്തെ. ചന്ദ്രനും മറ്റ് ആകാശഗോളങ്ങൾക്കുമായി ഏകീകൃത സമയക്രമം തയ്യാറാക്കാൻ ഏത് രാജ്യത്തെ സർക്കാരാണ്
അവിടുത്തെ ബഹിരാകാശ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയത്? ഉത്തരം USA. ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ആര്? ഉത്തരം ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം ഗോപി തോട്ടക്കുറ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേര് എന്ത്? ഉത്തരം ദേവിക. ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത കോസ്റ്റ് ഗാർഡ് അഭ്യാസമായിരുന്നു ദോസ്ത് 16? ഉത്തരം ഇന്ത്യ, ശ്രീലങ്ക, മാലദ്വീപ്. താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം ഏറ്റവും ചൂടേറിയ മാസം എന്ന റെക്കോർഡിട്ടത് 2024 മാർച്ചിനാണ്. ലോകത്ത് ജീവിച്ചവയിൽ വച്ച് ഏറ്റവും വലിയ പാമ്പിന്റേതെന്ന് കരുതുന്ന ഫോസിൽ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഉത്തരം ഗുജറാത്തിലെ കച്ചിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം ഫിലിപ്പൈൻസ്. അടുത്ത ചോദ്യം, ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയായി നിയമിക്കപ്പെട്ടത് ആര്? ഉത്തരം പ്രഗ്യ മിശ്ര. അടുത്ത ചോദ്യം, കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി നേടിയ ഇന്ത്യയുടെ കൗമാര താരം ആര്? ഉത്തരം ഡി ഗുഗേഷ്. IPL-ന്റെ ചരിത്രത്തിൽ 100 ക്യാച്ചുകളും 100 വിക്കറ്റുകളും 1000 റൺസും നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആര്? ഉത്തരം രവീന്ദ്ര ജഡേജ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചത് ഏത് തുറമുഖത്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം വിഴിഞ്ഞം. 2024 ലോക പുസ്തക തലസ്ഥാന നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ഏത് നഗരമാണെന്ന് ചോദിച്ചാൽ സ്ട്രാസ്ബർഗ് ആണ് ഉത്തരം. 25ാമത് പത്മപ്രഭ പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചാൽ ഉത്തരം റഫീഖ് അഹമ്മദ്. ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങളിൽ കളിച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സുനിൽ ഛേത്രിയാണ്. ഏത് നവോത്ഥാന നായകന്റെ 100ാം സമാധി ശതാബ്ദിയാണ് 2024 മെയ് മാസത്തിൽ ആചരിച്ചത്? ഉത്തരം ചട്ടമ്പി സ്വാമി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന് 50 വർഷം തികഞ്ഞത് എന്നാണ്? ഉത്തരം 2024 മെയ് 18. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നതെവിടെയാണ്? ഉത്തരം റോട്ടർഡാം. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റെയ്സി ഏത് രാജ്യത്തെ പ്രസിഡന്റായിരുന്നു? ഉത്തരം ഇറാൻ. 77ാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ നയതന്ത്ര പ്രതിനിധിയുടെ പേര് എന്ത്? ഉത്തരം വിക്ടോറിയ ഷീ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം പൂനെ. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിന്റെ പേര് എന്ത്? ഉത്തരം ശക്തി. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റേമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമേതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒമാൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ റോക്കറ്റിന്റെ പേര് എന്ത്? ഉത്തരം സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പുതിയ കരസേന മേധാവി ആര്? ഉത്തരം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലോകത്തിലെ ആദ്യത്തെ 60 ഡിവൈസ് പുറത്തിറക്കിയ രാജ്യമേതെന്ന് ചോദിച്ചാൽ ഉത്തരം ജപ്പാൻ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതമായി എല്ലാ ഹിമാനികളും നഷ്ടപ്പെട്ട ആദ്യ രാജ്യമായത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വെനസ്വേലയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന മഹാത്മാഗാന്ധി, ഡോക്ടർ BR അംബേദ്കർ തുടങ്ങിയവരുടെ പ്രതിമകൾ എവിടത്തേക്കാണ് മാറ്റി സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരം പ്രേരണ സ്ഥൽ. 18ാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ ഉത്തരം ഓം ബിർള. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോടെന്ന് ചോദിച്ചാൽ ആദ്യത്തെയാണ് ഉത്തരം. നീറ്റ് UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസിക്ക് സംഭവിച്ച വീഴ്ചകളെ അന്വേഷിക്കുന്ന 7-അംഗ ഉന്നതതല സമിതിയുടെ അധ്യക്ഷനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ K രാധാകൃഷ്ണനാണ്. 2024
പെൻ പിന്റർ സാഹിത്യ സമ്മാന ജേതാവാരെന്ന് ചോദിച്ചാൽ ഉത്തരം അരുന്ധതി റോയ്. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം വിക്രം മിശ്രി. ഐക്യരാഷ്ട്രസഭയുടെ 29ാം ആഗോള കാലാവസ്ഥാ ഉച്ചകോടി ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഉത്തരം അസർബൈജാൻ. അടുത്ത ചോദ്യം. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പേരെന്താണെന്നാണ് ഉത്തരം ഇന്ദ്ര. അടുത്ത ക്വസ്റ്റ്യൻ. അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു സുപ്രധാന സംഭവം 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. ആ സംഭവം എന്താണെന്നാണ് ഉത്തരം ബോസ്റ്റൺ ടീ പാർട്ടി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. ഇതിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം മൈത്രി 2. അടുത്ത ചോദ്യം. ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? ഉത്തരം UAE. അടുത്ത ചോദ്യം. രാജ്യത്ത് പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം വൃന്ദാവൻ UPയിലാണ്. അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരം ഏത്? ഉത്തരം ലക്നൗ. അടുത്ത്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ അതായത് CISFന്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആര്? ഉത്തരം നീന സിംഗ്. അടുത്ത ചോദ്യം. മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി അതായത് AI പ്ലാറ്റ്ഫോം ഏതെന്ന് ചോദിച്ചാൽ കൃത്രിമാണ് ആൻസർ. ഓക്കെ, അതിന്റെ പേര് കൃത്രം. അടുത്ത ചോദ്യം. രണ്ടാമത് അന്താരാഷ്ട്ര ആയുഷ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ദുബായ്. അടുത്ത ചോദ്യം. ഏത് മലയാള കവിയുടെ വിയോഗത്തിനാണ് 2024 ഓഗസ്റ്റ് 16 100 വർഷം തികഞ്ഞത്? ഉത്തരം കുമാരനാശാൻ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ദ്വാരക. ഭാവിയിലെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉള്ള രാജ്യങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 35ആണ്. ഓക്കെ. അടുത്ത ചോദ്യം. റഷ്യൻ വിപ്ലവ നേതാവായ ലെനിന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് 2024 ജനുവരി 21 ആചരിച്ചതെന്ന് ചോദിച്ചാൽ 100ാമത്തെ ചരമവാർഷികമാണ്. ചന്ദ്രനിൽ സുരക്ഷിതമായി പേടകം ഇറക്കുന്ന 5ാമത്തെ രാജ്യമായത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ആൻസർ ജപ്പാനാണ്. ഓക്കെ. ഇനി കേരള ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രൊസസറിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഉത്തരം കൈരളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.